Okay, praise the Lord, wonderful Jesus, hallelujah. All the dear ones who are joining me on Google Meet, you are all most welcome into our very first ministration time in this happy, blessed, prosperous, harvestful and mighty year of restoration. This new year 2026. Amen. Wonderful Jesus. All of you are most welcome. Let us pray and praise and thank our Lord for all the blessings He had bestowed upon us during the last year 2025 and all the mighty promises and prophecies, blessings stored up for us in this new wonderful, blessed year of 2026. Amen. Hallelujah. Wonderful Jesus. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ആദ്യത്തെ ദിവസം തന്നെ, ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ, നമ്മൾ കർത്താവ് നമുക്ക് ഈ വർഷത്തിനായി തന്ന ആലോചനകൾ അറിയാനും അതിൻ്റെ ഒപ്പം വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും, അത് രണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അതിന് മറുപടി പറയും. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് വീണ്ടും സ്വാഗതം ആശംസിക്കണം. ദെൻ അനദർ ആർഗ്യുമെൻറ്റ് വിച്ച് you had posed earlier was that if only two people were available, if only two people like Adam and Eve, and the entire mankind was born of Adam and Eve, so how can the progeny or how is the procreation happening, how it would have happened? All the people who were born out of Adam and Eve would have been brothers and sisters, right? You asked me earlier, right? So how can the progeny, or how is the procreation possible? So that could have been a chance that there were other human beings and whom they would have mated with and created the further generations. But as per the word of God, it is clearly saying Adam and Eve were the ones from whom all the entire human creation or the human race was formed, and it is absolutely backed up by the rest of the scriptures, because when Abel and Cain was there, after them Adam and Eve had many other children too. And when it comes to the matter of incest, that is a marriage between siblings or a marriage between people having blood relation, all those things came later as a sin only when the law was introduced. Get me? അതായത് ആദവും ഹവ്വയ്ക്കും മുന്നേ മറ്റു മനുഷ്യരുണ്ടായിരുന്നത് കൊണ്ടാണ് അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ തമ്മിൽ, ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിന്നീട് വന്ന തലമുറകൾ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യമാണ് സത്യത്തിൽ ഈ ചിന്തയ്ക്ക് ഉള്ള കൂടുതൽ അടിസ്ഥാനമായിട്ട് കിട്ടിയത്, അല്ലേ? അതായത് ഈ സഹോദരങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആദത്തിൽ നിന്നും ഹവ്വയിൽ നിന്നും ജനിക്കുന്നവരെല്ലാവരും സഹോദരങ്ങളല്ലേ. പിന്നെ എങ്ങനെയാണ് പ്രജനനം നടന്നത്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടുത്തുള്ള തലമുറകൾ ഉണ്ടായത്? അതാണ് ഒരു ചോദ്യം, ഒരു പെർട്ടിനൻ്റായി തോന്നുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഈ ആദവും ഹവ്വയും ഉള്ള സമയത്ത് അവർ പാപം ചെയ്ത് അവർ വീണുപോയെങ്കിലും അവർക്ക് നിയമം നൽകപ്പെട്ടിട്ടില്ല. അതായത് ലോ വാസ് നോട്ട് ഗിവൺ. നിയമം ആണ് പാപത്തെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ലംഘനം. അതാണ് നിയമമില്ലാത്തടത്ത് ലംഘനമില്ലല്ലോ എന്ന് വചനം കാണിക്കണ ഭാഗം. നമ്മൾ ആ നിയമം ആണ് അത് സിസ്റ്ററും ബ്രദറിൻ്റെ ഇടയിലുള്ള മാരേജ്, അല്ലെങ്കിൽ രക്തബന്ധത്തിനിടയിലുള്ള ഒരു മാരേജ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതൊരു തെറ്റായിട്ടും പാപമായിട്ട് വരുന്നത് അബ്രഹാമിന് ശേഷം മോശയുടെ കാലഘട്ടം വരെ അതൊന്നും ഒരു പാപത്തിൻ്റെയോ ലംഘനത്തിൻ്റെയോ ഗണത്തിൽ പെട്ടിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൽ സംശയം തോന്നാം. സോ ഐ എം ഗിവിങ് യു അനദർ, യു മൈറ്റ് feel that
there is a disparity. അതിന് അതായത് ആദത്തിൻ്റെ ഈ അബ്രഹാമിൻ്റെ കാലത്തെ നമ്മൾ ജെനിസിസ് 20-ാം അധ്യായം എടുത്താൽ 20-12 എൻ്റെ ഓർമ്മ. നല്ല അതിസുന്ദരിയായ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗം വചനഭാഗങ്ങൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അത് ആദ്യം തന്നെ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുകയാണ്. അബ്രഹാമും സാറയും കൂടെ പോണ സമയത്ത് സാറ അതിസുന്ദരി ആയതുകൊണ്ട് സാറയെ കണ്ട് മോഹിച്ച് ആരെങ്കിലും അവളെ സ്വന്തമാക്കാൻ എന്നെ വധിക്കുമോ എന്ന് ഭയന്ന് അബ്രഹാം പറയാണ്, ആരെങ്കിലും ചോദിച്ചാൽ നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ആ സഹോദരിയാണ് എന്ന് സാറ പറയുമ്പോൾ അവിടുത്തെ രാജാവായ അബിമേലെക്ക് ആ സമയത്ത് സഹോദരിയാണല്ലോ, അതുകൊണ്ട് സാറെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടാവുകയും ഇദ്ദേഹത്തിനോട് സാറ അബ്രഹാമിൻ്റെ ഭാര്യയാണെന്നും തിരിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇല്ലേ? വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഭാഗത്ത് തിരിച്ചു കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അബ്രഹാമിനോട് അബിമേലെക്ക് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ഭാര്യയാണെന്ന് പറയാതിരുന്നത്? ഞാനിപ്പോൾ വലിയ പാപം ചെയ്തു പോവുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം പറയണ ഭാഗമുണ്ട് 20-12 2012 തന്നെയാണത്. അതായത് അവിടെ അബ്രഹാം പറയാണ്, അത് ഞാൻ എൻ്റെ ജീവനെ ഭയന്നിട്ട് അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് ഭയന്നോ ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്നും, പക്ഷെ അത് പറഞ്ഞത് പൂർണ്ണമായിട്ടും അസത്യമല്ല എന്നുള്ള രീതിയിൽ ഞാൻ സഹോദരിയാണ് എന്ന് പറഞ്ഞത് ശരിയാണ്, അവൾ എൻ്റെ അച്ഛൻ്റെ മകൾ തന്നെയാണ്, പക്ഷേ അമ്മയുടെ മകളല്ല എന്ന് പറയുന്ന ഭാഗം കണ്ടിട്ടുണ്ടോ? വായിച്ചു നോക്കൂ. അപ്പോൾ അതായത് അബ്രഹാം കല്യാണം കഴിച്ച സാറയുടെ അച്ഛൻ അബ്രഹാമിൻ്റെ അച്ഛൻ ആയ തേരഹ് തന്നെയാണ് സാറയുടെയും ഫാദർ. വാട്ട് ഐ വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ ഹിയർ ഇസ് ദാറ്റ് when there is a law, there can come the law can be broken. Otherwise there is no transgression. Without law there is no transgression. So law came later during the time of Moses. Before that it was not considered. Even the marriages or the union between siblings or with cousins or of blood relatives were not considered as a sin, as the law gave power to the sin. So law came during the time of Moses. Earlier we can see in Abraham, in the Genesis, when Abraham is going with Sarah, and King Abimelech takes Sarah, thinking that, or as Abraham fearfully or for fear of his lest they would kill him and take his wife, she being so beautiful, Abraham takes a safe step of referring to herself as his sister. So what happens is, this king takes Sarah to we all know the story, we all know the incident. Like Sarah is being taken to the palace, and there God intervenes, and God is giving Abimelech the knowledge that this is not Abraham's sister, but actually his wife. You need to give him back, give her back to him. And when Abimelech gives Sarah back to Abraham in Genesis 20:12, we see that Abimelech is asking Abraham, why did you lie to me that she is your sister? That is, otherwise I wouldn't have taken her. Then Abraham replies to Abimelech, she is also my father's daughter, but not my mother's daughter, which means Sarah was Abraham's half sister. They were married, they got married, which clearly shows that it was absolutely not considered as a transgression, because law was not given to them until Moses. It was only from the time of Moses that the covenant, the old covenant, starts, from Moses' time. So that all this, or the entire progeny or the entire human race was formed out of the very same couple, Adam and Eve. Is that clear?
അത് ക്ലിയർ ആണോ? ആദം ഹവ്വ എന്ന ഈ 2 ആൾക്കാരിൽ നിന്ന് തന്നെയാണ് മാത്രമാണ് മുഴുവൻ മനുഷ്യരാശിയും വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ അതിൽ? ഓക്കെ. പിന്നെ ഈ ഒരു വർഷം, 1000 വർഷമാണ് ദൈവത്തിൻ്റെ 1000 വർഷമാണ് നമ്മുടെ 1000 വർഷമാണ് ദൈവത്തിൻ്റെ ഒരു വർഷം, ഒരു ദിവസം എന്ന് പറയുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ പാഴും ശൂന്യവുമായിരുന്നില്ല. ഭൂമി പാഴും ശൂന്യവുമായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ യെശയ്യായുടെ പുസ്തകത്തിലൊക്കെ വായിക്കണം. സാത്താനെ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതൊക്കെ ഈ 1000 വർഷത്തിൻ്റെ ഇടയിൽ നടക്കുകയും അങ്ങനെ പാഴും ശൂന്യവുമായ ഭൂമിയെ ദൈവം റിസ്റ്റോർ ചെയ്യണ ഭാഗമാണ് നമ്മൾ വചനത്തിൻ്റെ ജെനിസിസിൻ്റെ ഉൽപ്പത്തിയുടെ 2-ാം വചനത്തിൽ കാണുന്നത്. മനസ്സിലായോ? അതായത് ഇൻ ദ ബിഗിനിങ് when the Genesis was starting, God did not, anything that God makes is perfect and good. Nothing from the Father of lights can be void or of no good, of no use. It cannot be. So what happened in between? There was a lot of things happened between the verses 1 and 2 of the Genesis. That is, God created perfectly in the verse 1, and 1,000 years, God's one day is like 1,000 years for man. So in those 1,000 years was the fall of the enemy, fall of Satan, and Satan was being thrown onto earth, and that is the moment, or that is the reason when earth became null and void. So in the second verse, God is restoring back that earth. That is what, so we cannot take it for granted. This, everything is just like, the perception has to be changed. The perception is divine. When it comes to the matter of the Bible, you have to switch on to the divine perception, not from the human perception. You will not get the clarity on the mysteries which are mentioned in the Bible if you simply look at it from the human perception. നമ്മൾ ദൈവികമായിട്ടുള്ള ഒരു ദർശനത്തെ കൂടെ കണ്ടാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൻ്റെ നിഗൂഢതകളും മിസ്റ്ററീസും എല്ലാം പരിശുദ്ധാത്മാവിനാൽ, ആത്മാവും കൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കതെല്ലാം കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് വളരെയധികം ശ്രദ്ധിക്കണം. ഗിവ് ഹീഡ് ടു വാട്ട് യു ലിസൺ, ഹൗ യു ഹിയർ. ഗിവ് ഹീഡ് to what you hear. Lord is clearly saying, because what you hear can make your mind or break your mind, can make your faith or break your faith. So be very, very careful and cautious about what you take in, because enemy does not come in the form of devil or with a horn and a tail. He comes these days, these are the times of deception. The enemy is trying to send the spirit of confusion, the spirit of the distraction, the spirit of deception is the most powerful tool of the enemy. So you need to be very cautious and check with everything that you hear whether it is adhering to the word of God or not. If it is not adhering, just don't take it, just discard it, because the word is the truth. The word is our Lord and he is the truth. Nothing can be added or nothing can be taken away. Word clearly says the truth. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. ആ സത്യത്തിനോട് ചേരാത്തത് നിങ്ങൾ എടുക്കാതിരിക്കാനുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഹല്ലേലൂയ. കാരണം അവസാന കാലമാണ് ഇത്. അന്ത്യകാലത്ത് ശത്രു വരുന്നത് ദൈവത്തിൻ്റെ പരിവേഷത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ പ്രകാശദൂതൻ്റെ വേഷം പോലും കെട്ടാൻ മടിയില്ലാതെ വരുമ്പോൾ സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷൻ, ഇത് ചതിയുടെ, നുണയുടെ ആത്മാവ്, വഞ്ചനയുടെ ആത്മാവ്, അതുപോലെ തന്നെ കൺഫ്യൂഷൻ, വളരെയധികം എന്താ പറയുക, ഒരു പുകമറ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വചനം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വചനത്തിൽ ഇത് മാച്ചാണോ, ഞാൻ കേട്ട കാര്യം വചനത്തിൽ മാച്ചാണോ, എന്താണ് ഞാൻ കേൾക്കണത് എന്നുള്ളത്, നിങ്ങൾ എപ്രകാരം കേൾക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം.
ഹല്ലേലൂയ. കർത്താവ് ക്രിയയായി പറയുന്നത് അത് ഉള്ളിലുണ്ടാവണമേ ഓരോ ദൈവമക്കളുടെ കാര്യത്തിലും. ആമേൻ. വണ്ടർഫുൾ ജീസസ്. ഐ തിങ്ക് ഐ pretty elaborately answered your question. Is it clear? Is it very, very clear, or you need further more clarification regarding any area? Renu? It's clear.